വീഡിയോയിൽ നമ്മുടെ പൂർവാചാരപ്രകാരം പൂർവികരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബ സംബന്ധമായിട്ട് ഉള്ള കുടുംബ വീടുകളിൽ കുരിയാലകൾ വെച്ച് പൂജിക്കുന്നൊരു സമ്പ്രദായ രീതി പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അത് പരിഹരിച്ചുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് അതിനുള്ള ആളുകളൊന്നും ഇപ്പോഴില്ല. പൂർവാചാരപരമായിട്ട് ആളുകളെല്ലാം വർഷത്തിൽ ഒരു ദിവസം ഒത്തൊരുമയായിട്ട് കൂടി അന്നത്തെ ഉദയകാലം മുതലുള്ള അസ്തമനം വരെയുള്ള പൂജാതികർമ്മ കാര്യങ്ങളും പൊങ്കാലയിടികൾ സർപ്പത്തുള്ളൽ ഇങ്ങനെയൊക്കെയുള്ള പൂർവ്വ ചരിത്രപരമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും മുടക്കമില്ലാതെ ചെയ്തു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് ഓഹരി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കടബാധ്യതകളും മൂലം ഓരോ പ്രശ്നങ്ങളാൽ വസ്തുക്കളെല്ലാം ക്രയവിക്രയങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്ന് ഇന്നിതെല്ലാം എടുത്തു മാറ്റി, അതായത് ക്ഷേത്രങ്ങളിൽ ദൂരോട്ടുള്ള ക്ഷേത്രങ്ങളിലും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ ആരും അതുവഴി പോയി ശ്രദ്ധിക്കാറുമില്ല, മറ്റ് വഴിപാടുകൾ ചെയ്യാറുമില്ല. അപ്പം കുടുംബത്ത് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന എല്ലാ ചടങ്ങുകളും അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലമുണ്ടാകുന്ന വരുന്ന തലമുറകൾ ആ വ്യക്തികൾക്കുണ്ടാകുന്ന ശാപദോഷങ്ങളും ഇന്ന് വിട്ടുമാറാത്ത വിധത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ കഴിയുന്നതും ഏത് ക്ഷേത്രമാണ് അല്ലെങ്കിൽ കുടുംബക്ഷേത്രമാണോ എന്നുണ്ടെങ്കിൽ അവിടെ പോയി അതിൻ്റേതോട് ഉള്ള രീതികളിലുള്ള വഴിപാടുകൾ ചെയ്ത് അതിനൊരു കാരണവശാലും ആ ഒരു ശാപം ഏറ്റുമേടിക്കാത്ത വിധം ഉള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു മാറണം. രണ്ടാമത്തെ കാര്യം, അഥവാ അത് അറിഞ്ഞുകൂടാ, ക്ഷേത്രം അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിൻ്റെ വഴിപാട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടക്കമില്ലാതെ ഒരു പ്രാർത്ഥന നിത്യവും ചൊല്ലുന്നത് അത്യുത്തമമാണ്. മാസത്തിൽ ഒരു ദിവസ പാരായണം, ഭാഗവത പാരായണം നടത്തി ഈ എല്ലാവിധ സർപ്പദോഷങ്ങൾ ഉൾപ്പെടെ വിട്ടുമാറുന്നതിന് വേണ്ടി വ്രതശുദ്ധിയോടുകൂടി നിന്ന് നമ്മുടെ ഭവനങ്ങളിൽ മാസത്തിൽ ഒരു ദിവസത്തെ ഭാഗവത പാരായണം അത് 7 മാസത്തോളം നടത്തി അത് പൂർത്തീകരിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടത്തി ഒരു പാൽപ്പായസവും ഭഗവാൻ യഥാശക്തി അനുസരിച്ചുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലക്കേടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തി നേടാനും പറ്റും. ഇനിയുണ്ടാവുന്ന കാലദോഷങ്ങൾ ഏൽക്കാത്ത വിധം ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം കുടുംബപരമായിട്ടുള്ള ദോഷഗതികൾ മാറാനും ഈ വ്യത്യാശ്രയ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനും ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനും തുടർന്ന് എല്ലാവിധ വ്യാധികളും നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നതിനും വേണ്ടിയാണ് ഒരു വലിയ മഹാഹോമങ്ങളും മറ്റ് പൂജകളും ചെയ്യുന്നതിന് ഉപരിയാണ് ഭാഗവത പാരായണം നമ്മുടെ വീട്ടിൽ നടത്തിയാൽ. അത് ഉദയം മുതൽ അസ്തമനം വരെയുള്ള ഒരു വായന നടത്തി യഥേഷ്ടവർക്കുള്ള ഭക്ഷണങ്ങളും ദക്ഷിണയും സമർപ്പണം ചെയ്ത് വസ്ത്രത്തോടു കൂടിയായ അത്യുത്തമമാണ്. അത് കേൾക്കാൻ വരുന്ന വ്യക്തികൾക്കും അന്നദാനം ചെയ്യുന്നത് അത്യുത്തമമാണ്. അങ്ങനെ എളിയ വഴിപാടുകളെല്ലാം നമ്മുടെ ആരൂഢങ്ങളിൽ വെച്ച് നമ്മൾ സ്വയം ചെയ്തു മാറാൻ നേരത്ത് നമുക്കുണ്ടാകുന്ന മനസ്സന്തോഷവും സംതൃപ്തിയും വേറെ ഏത് പൂജ ചെയ്താലും കിട്ടുന്നതല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പരിപാലിച്ച് പോയാൽ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യവും ഗുണവും നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അതിലൊരു